ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളെ നിങ്ങൾ ആവശ്യമില്ലാതെ പേടിക്കുവാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ ഓപ്പോസിറ്റ് വലിയൊരു ബസ് വരുന്നുണ്ട്. പലർക്കും ബസ് വരുമ്പോൾ വളരെയധികം പേടിയാണ്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു മെയിൻ റോഡിൽ, ഒരു തിരക്കുള്ള റോഡിൽ മറ്റു വാഹനങ്ങളെ ജഡ്ജ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു വണ്ടി ഓടിക്കാം, ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് വേണ്ടി ചെയ്യുന്ന വീഡിയോയാണ്. തുടക്കക്കാർക്ക് ഒരുപാട് പേർക്കും ഒരു മെയിൻ റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ പുറകിൽ നിന്ന് ഒരു വാഹനം ഹോൺ ചെയ്താൽ പേടിയാണ്, ഓപ്പോസിറ്റ് ഒരു വാഹനം വന്നാൽ പേടിയാണ്, സൈഡിൽ ഏതെങ്കിലും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കിടപ്പുണ്ടെങ്കിൽ വണ്ടി ഓടിക്കാൻ ആവശ്യമില്ലാത്ത ഒരു ഭയമാണ്, യാത്ര ചെയ്യുന്ന യാത്രക്കാരെ കാണുമ്പോൾ അവരുടെ ദേഹത്ത് വണ്ടി ഇടിക്കുമോ എന്നുള്ള പേടിയാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തുടക്കക്കാർക്കുണ്ട്. അപ്പോൾ ഒരു മെയിൻ റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ മറ്റു വാഹനങ്ങളെ, സൈഡിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ, സൈഡിൽ പാർക്ക് ചെയ്ത വാഹനങ്ങളെയൊക്കെ ജഡ്ജ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു വണ്ടി ഓടിക്കാം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് വണ്ടി ഓടിച്ച് നിങ്ങളെ കാണിച്ചു തരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു വീഡിയോയാണ് ഇന്നത്തേത്. ഓക്കെ, നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില പോയിന്റ്സ് പറയാം. അതിനുശേഷം ഞാൻ റോഡിൽ വണ്ടി ഓടിച്ച് കാണിക്കാം. ഒന്നാമത്തെ പോയിന്റ്, നിങ്ങളുടെ വാഹനത്തിന്റെ ഉള്ളിലുള്ള റിയർ വ്യൂ മിറർ, പുറകിൽ നിന്ന് ഏതെങ്കിലും വാഹനം വരുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് കാണാവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ പുറകിൽ നിന്നൊരു വാഹനം വരുന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയുടെ ശബ്ദത്തിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഹോൺ ചെയ്താൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധയോടെ കേൾക്കുവാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഏതെങ്കിലും വാഹനങ്ങൾ വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ കൃത്യമായിട്ടും വാഹനത്തിന്റെ ഉള്ളിലുള്ള റിയർ വ്യൂ മിററിലൂടെ പുറകിൽ നിന്ന് വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറ്റി വിടാൻ പറ്റിയ സ്പേസ് ആണെങ്കിൽ നിങ്ങൾ വണ്ടി സൈഡ് ഒതുക്കി കയറ്റി വിടുവാനായിട്ട് ശ്രമിക്കുക. ഇനി മുന്നിൽ പോകുന്ന വാഹനവുമായിട്ട് നിങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിശ്ചിത ഒരു ഡിസ്റ്റൻസ് ഇട്ട് വണ്ടി ഓടിക്കുവാനായിട്ട് ശ്രമിക്കുക. നിശ്ചിത സ്പേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വണ്ടി സ്പേസ് എങ്കിലും മുന്നിലുള്ള വാഹനവുമായിട്ട് നിങ്ങൾ ഇട്ടിരിക്കണം. പെട്ടെന്ന് മുന്നിൽ പോകുന്ന ഒരു വാഹനം സഡൻ ബ്രേക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് നിർത്തേണ്ട ഏതെങ്കിലും ഒരു അവസ്ഥ വന്നാൽ നിങ്ങൾ ഒരുപാട് ചേർന്ന് പോയാൽ നിങ്ങളുടെ വാഹനം ഇടിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മൂന്നാമത്തെ പോയിന്റ് മറ്റൊന്നുമല്ല, നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ഏറ്റവും വേഗത കുറച്ച് ഒരു സെക്കൻഡിലും തേർഡിലും ഒക്കെ തുടക്കത്തിൽ നിങ്ങൾ ഒരു മെയിൻ റോഡിലും തിരക്കുള്ള റോഡിലൊക്കെ ഓടിക്കുവാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ പാർക്ക് ചെയ്ത വാഹനങ്ങളെ ശ്രദ്ധിക്കുക, വഴി യാത്രക്കാരെ ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് നമുക്ക് ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് ആണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് സൈഡും എങ്ങനെ ജഡ്ജ് ചെയ്യാം എന്നുള്ളതും ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ നമുക്കിനി നേരെ വണ്ടി ഓടിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. നിങ്ങൾ ആദ്യമായിട്ട് വണ്ടി മുന്നോട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ വാഹനത്തിന്റെ ഉള്ളിലുള്ള റിയർ വ്യൂ മിറർ കൃത്യമായിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് പുറകിൽ നിന്ന് മറ്റു വണ്ടികൾ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ നിങ്ങൾ വണ്ടി മുന്നോട്ടെടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഞാൻ വണ്ടി മുന്നോട്ടെടുക്കാൻ പോവുകയാണ്. പുറകിൽ നിന്ന് 1-2 വാഹനങ്ങൾ വരുന്നുണ്ട്. അതെനിക്ക് റിയർ വ്യൂ മിററിലൂടെ, ഡോറിന്റെ സൈഡിലുള്ള റിയർ വ്യൂ മിററിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ വാഹനങ്ങൾ കടന്നുപോയി. അതിനുശേഷം ഞാൻ മെല്ലെ ആക്സിലറേറ്റർ കൊടുത്ത് അതിനോടൊപ്പം ക്ലച്ചിൽ നിന്ന് കാലയച്ച് ഞാൻ ഇതേ വണ്ടി മുന്നോട്ടെടുക്കുന്നു. ഓക്കെ, വീണ്ടും ഞാനിതേ റോഡ് സ്ട്രെയിറ്റ് ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് മൂവ്മെന്റ് ആയി ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ കൊടുത്തു. ക്ലച്ചിൽ നിന്ന് വീണ്ടും കാലയച്ചു, വീണ്ടും ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടി മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ ഒരു മെയിൻ റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ പുറകിൽ നിന്ന് ഈ പറഞ്ഞതുപോലെയുള്ള വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്ത് കയറും. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിന് നിങ്ങൾ റിയർ വ്യൂ മിറർ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പുറകിൽ നിന്ന് വരുന്ന വാഹനം വരുന്നുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത് പുറകിൽ നിന്ന് വരുന്ന വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ട് അല്ലെങ്കിൽ ഹോൺ ചെയ്യുന്നതിലൂടെ അത് നമുക്ക് മനസ്സിലാക്കി എടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെ നിങ്ങൾ വണ്ടി ഓടിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തുടക്കക്കാർക്ക് എനിക്ക് പറയാനുള്ള ഒരു ടിപ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ തുടക്കത്തിൽ എല്ലാ സാഹചര്യങ്ങളിലും ലെഫ്റ്റ് സൈഡ് മാക്സിമം ചേർന്ന് തന്നെ വണ്ടി ഓടിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു വണ്ടി പുറകിൽ നിന്ന് ഓവർടേക്ക് ചെയ്ത് വന്നാലും അവർ കൃത്യമായിട്ടും നമ്മുടെ വണ്ടി മനസ്സിലാക്കിയിട്ട് കയറിപ്പോക്കോളും. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന അവസരങ്ങളിൽ റോഡിന് സെന്ററിലൂടെയൊക്കെയാണ് പോകുന്നതെങ്കിൽ പുറകിൽ നിന്ന് വരുന്ന വണ്ടിക്കാർ ഒരുപാട് ഹോൺ ചെയ്യുകയും നിങ്ങൾ വണ്ടി പഠിച്ചു തുടങ്ങുന്ന ബിഗിനർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പേടി ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ മാക്സിമം നിങ്ങൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് കയറി പോകുന്നുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു മെയിൻ റോഡിൽ ഓടിക്കുമ്പോൾ സ്പീഡ് കൺട്രോൾ ചെയ്ത് ഓടിക്കുവാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് വേഗത കൂടുവാൻ പാടില്ല. അപ്പോൾ സ്പീഡ് എങ്ങനെ കൺട്രോൾ ചെയ്യാം? മാക്സിമം നിങ്ങൾ സ്പീഡ് കൺട്രോൾ ചെയ്യുമ്പോൾ ഒരു സെക്കൻഡിലും തേർഡിലും ഒക്കെ ആയിട്ട് നിങ്ങൾ തുടക്കത്തിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പ്രാക്ടീസ് ചെയ്യുക.
കുറേയധികം ഓടിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു മെയിൻ റോഡിൽ ഓടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഐഡിയകൾ കിട്ടും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടെ വേഗത കൂട്ടി ഓടിക്കുവാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ തേർഡിലാണ് പോകുന്നത്. കണ്ടില്ലേ, പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഒരു ഹോൺ പോലും ചെയ്യുന്നില്ല. നമ്മളുടെ വണ്ടി ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുന്നത് കൊണ്ട് തന്നെ അവർക്ക് കയറി പോകുവാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്യുവാനായിട്ട് ഒരു സെക്കൻഡിലും തേർഡിലും ഒക്കെ നിങ്ങൾ പോകുവാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളെ നിങ്ങൾ ആവശ്യമില്ലാതെ പേടിക്കുവാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ ഓപ്പോസിറ്റ് വലിയൊരു ബസ് വരുന്നുണ്ട്. പലർക്കും ബസ് വരുമ്പോൾ വളരെയധികം പേടിയാണ്. നിങ്ങൾ അത് പേടിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളെ നിങ്ങൾ പേടിക്കാതെ നല്ല ധൈര്യമായിട്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെ വാഹനം ഓടിക്കുക. ഓപ്പോസിറ്റ് വരുന്ന വാഹനം അവരുടെ ഒരു ട്രാക്കിലൂടെ പൊക്കോളും. നമ്മൾ ആവശ്യമില്ലാതെ പേടിക്കേണ്ടതായിട്ട് ഇല്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുന്നിൽ പോകുന്ന ഒരു വാഹനവുമായിട്ട് എപ്പോഴും ഒരു നിശ്ചിത സ്പേസ് ഇട്ട് മാത്രമേ നിങ്ങൾ വണ്ടി ഓടിക്കുവാൻ പാടുള്ളൂ. ഓക്കെ, അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നമ്മുടെ മുന്നിൽ പോകുന്ന ഒരു വാഹനവുമായിട്ട് ഒരുപാട് ചേർന്നാണ് നമ്മുടെ വണ്ടി പോകുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മുന്നിൽ പോകുന്ന ഒരു വാഹനം സഡൻ ബ്രേക്ക് ചെയ്ത് നിർത്തേണ്ട അവസ്ഥ വന്നാൽ, നമ്മൾ ഒത്തിരി ചേർന്നാണ് പോകുന്നതെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ടൈമിങ്ങിൽ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് വണ്ടി നിർത്തുവാനായിട്ട് സാധിക്കാതെ വരികയും മുന്നിൽ പോകുന്ന ആ വാഹനത്തെ ഇടിക്കുവാൻ, വണ്ടിയുടെ ബാക്കിൽ ഇടിക്കുവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ഒരു നിശ്ചിത സ്പേസ് ഇടുക. സ്പേസ് എന്ന് പറയുമ്പോൾ ഒരു വണ്ടി സ്പേസ് എങ്കിലും ഇട്ട് നിങ്ങൾ ഓടിക്കുക. അതായത് നമ്മൾ ഓടിക്കുന്നത് പോലെ തന്നെ ഒരു വണ്ടി മുന്നിൽ പോകുന്നു എന്ന് സങ്കല്പിക്കുക. അത്രയധികം ഒരു സ്പേസ് ഇട്ട് നിങ്ങൾ വണ്ടി ഓടിക്കുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരു മെയിൻ റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സൈഡിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, റോഡിന് സൈഡിൽ മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കിടപ്പുണ്ടാവും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും അങ്ങോട്ടൊന്നും നിങ്ങൾ കയറി പോകുവാൻ പാടില്ല. അപ്പോൾ സൈഡിൽ പാർക്ക് ചെയ്ത് കിടക്കുന്ന വാഹനങ്ങളെ എങ്ങനെ നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാം? അതിനാണ് നിങ്ങൾ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് മനസ്സിലാക്കേണ്ടത്. ഞാൻ പല വീഡിയോകളിലായിട്ട് ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളുടെ വാഹനത്തിന്റെ ഈ ഡാഷ്ബോർഡിന്റെ സെന്റർ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ വാഹനം ഓടിക്കുക. അതായത് നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഡാഷ്ബോർഡിന്റെ സെന്റർ കൃത്യമായിട്ടും നിങ്ങൾ പോകുന്ന റോഡിന്റെ ആ ഒരു എൻഡിലൂടെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് പോകുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇപ്പൊ മുന്നിലായിട്ട് ഇവിടെ ഒരു വാഹനം പാർക്ക് ചെയ്ത് കിടപ്പുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ ഒരു വാഹനം നമ്മളുടെ ഡാഷ്ബോർഡിന്റെ ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നിങ്ങൾ നേരെ പോയി കഴിഞ്ഞാൽ മുന്നിൽ കിടക്കുന്ന വാഹനത്തെ ഇടിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്നാൽ ഈ ഡാഷ്ബോർഡിന്റെ സെന്ററിൽ നിന്നും കുറച്ച് ഈ ഒരു സൈഡിലേക്ക് മാറിയാണ് വാഹനം കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും കയറി പോകാം. കാരണം സൈഡിൽ കിടക്കുന്ന വാഹനത്തെ ഇടിക്കുവാനുള്ള സാധ്യതകൾ ഇല്ല. ഓൾറെഡി ഞാൻ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഞാനിത് ഈ വീഡിയോയുടെ തൊട്ട് മേലിൽ കൊടുക്കാം. അതോടൊപ്പം തന്നെ ഈ വീഡിയോയുടെ അവസാനവും കൊടുക്കാം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കയറി കാണുക. അപ്പോൾ കുറെ കൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അത് മനസ്സിലാകും. ഇപ്പോൾ പുറകിൽ നിന്ന് 1-2 വാഹനങ്ങൾ ഫോൺ ചെയ്യുന്നുണ്ട്, എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ലെഫ്റ്റ് സൈഡ് ഇത് ഒതുക്കിയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ പുറകിൽ നിന്ന് വരുന്ന വാഹനം മുന്നോട്ട് പോയി. ഇനി നിങ്ങൾ വണ്ടിയുടെ സ്പീഡ് കൺട്രോൾ ചെയ്ത് ക്ലച്ച് ബ്രേക്ക് ആക്സിലറേറ്റർ എങ്ങനെയാണ് ഒരു മെയിൻ റോഡിൽ കൺട്രോൾ ചെയ്യേണ്ടത് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് വണ്ടി പോകുന്നത്. ഓക്കെ, മാക്സിമം ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് പോകുക. മറ്റു വണ്ടികളില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം സ്ട്രെയിറ്റ് റോഡാണോ എന്ന് നോക്കിയതിന് ശേഷം അടുത്തൊരു ഗിയർ കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കിയതിന് ശേഷം ആക്സിലറേറ്റർ ജസ്റ്റ് കൊടുത്ത് വണ്ടിക്ക് മൂവ്മെന്റ് ആക്കുക. ആക്സിലറേറ്റർ കുറയ്ക്കുക, ക്ലച്ച് ചവിട്ടി അടുത്തൊരു ഗിയർ ഇട്ട് കൊടുക്കുക, ക്ലച്ചിൽ നിന്ന് കാലയക്കുക, തേർഡിൽ പോവുക. തേർഡിൽ പോകുമ്പോഴും നിങ്ങൾ ഒരുപാട് ആക്സിലറേറ്റർ കൊടുക്കാൻ പാടില്ല. നിങ്ങളുടെ ഒരു വേഗത മാക്സിമം ഒരു 35 കിലോമീറ്റർ 40 കിലോമീറ്റർ സ്പീഡിൽ നിങ്ങൾ തുടക്കത്തിൽ ഒരു മെയിൻ റോഡിൽ ഓടിച്ച് പ്രാക്ടീസ് ചെയ്യുക. കാരണം തുടക്കക്കാർക്ക് വണ്ടിയുടെ വേഗത കൂടുന്നതിനനുസരിച്ചുള്ള ഒരു സ്റ്റിയറിംഗ് കൺട്രോൾ മെയിൻ റോഡിൽ കിട്ടാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. കാരണം അത് എനിക്ക് വ്യക്തമായിട്ടും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇച്ചിരി വേഗത കുറച്ചാണ് നിങ്ങൾ ഓടിക്കുന്നതെങ്കിൽ ഒരു മെയിൻ റോഡിൽ ഓടിക്കുന്ന അവസരങ്ങളിൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ നല്ല രീതിയിൽ കിട്ടുവാനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡും നല്ല രീതിയിൽ ഓടിക്കുവാനും മുന്നിലും പിന്നിലും വരുന്ന വാഹനങ്ങളെ നിങ്ങൾക്ക് ജഡ്ജ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൺട്രോളിൽ തന്നെ ഒരു വാഹനം നിങ്ങൾക്ക് ഓടിക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ തേർഡിലാണ് പോകുന്നത്. എന്റെ കാലിതേ മെല്ലെ ബ്രേക്കിൽ വരുന്നു. ഒരു ബിഗിനർ എങ്ങനെയാണ് ഓടിക്കേണ്ടത് ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഞാൻ വണ്ടി ഓടിച്ച് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഒരുപാട് സ്പീഡിലൊന്നും അല്ല വണ്ടി ഓടിച്ച് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പൊ തേർഡിൽ വന്നു. മുന്നിലായിട്ട് ഒരു ഗട്ടർ വന്നു. ഞാനിത് അഡ്വാൻസ് ആയിട്ട് ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡ് കൊടുക്കുകയാണ്.
പുറകിൽ നിന്ന് 1-2 വാഹനങ്ങൾ വരുന്നുണ്ട്. എനിക്ക് വാഹനത്തിന്റെ ഉള്ളിലുള്ള റിയർ വ്യൂ മിററിലൂടെ, ഡോറിന്റെ സൈഡിലുള്ള റിയർ വ്യൂ മിററിലൂടെ അതെനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മുന്നിലായിട്ട് ഒരു വാഹനം ഇപ്പോൾ ടേൺ എടുത്ത് തിരിഞ്ഞു. അപ്പോൾ ഞാൻ വണ്ടിയുടെ വേഗത കുറച്ചത് കൊണ്ട് തന്നെ എനിക്ക് എന്റെ ഈ വണ്ടി കൺട്രോൾ ചെയ്ത് ഓടിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പുറകിൽ നിന്ന് 1-2 വാഹനങ്ങൾ വരുന്നുണ്ട്. ഞാൻ സെക്കൻഡ് ഗിയറിൽ തന്നെയാണ് പോകുന്നത്. ഇതേ സൈഡ് ഒതുക്കി ഞാൻ മെല്ലെ കൊടുക്കുകയാണ്. അപ്പോൾ പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിൽ കയറി പോകാനുള്ള ഒരു സ്പേസ് കിട്ടും, അവർ കയറി പൊക്കോളും. ഓക്കെ, ഇപ്പോൾ ഞാൻ സൈഡ് നല്ല രീതിയിൽ ഒതുക്കി കൊടുത്തു. പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളത് കയറിപ്പോയി. ക്ലച്ചിലും ബ്രേക്കിലുമായിട്ട് എന്റെ കാല് വന്നു. ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തു. വണ്ടി തീർത്തും സ്ലോ ആകേണ്ട സാഹചര്യം വരുമ്പോൾ നിങ്ങൾ വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കും. ഓക്കെ, ഇപ്പോൾ വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ്മെന്റ് ആക്കുന്നു. ക്ലച്ച് ചവിട്ടി തേർഡ് കൊടുത്തു. ഇതേ സൈഡിലായിട്ട് ഒരു വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ സെന്റർ പോയിന്റ് വെച്ച് നോക്കുക. ഓക്കെ, കണ്ടില്ലേ, ഈ സെന്റർ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ആ വാഹനം കിടന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ലെഫ്റ്റ് സൈഡിൽ കിടന്ന ആ ഒരു വാഹനത്തെ ജഡ്ജ് ചെയ്ത് ഇപ്പോൾ വണ്ടി ഓടിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ വണ്ടി ഓടിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യുക. പ്രധാനമായിട്ടും നിങ്ങൾ മുന്നിലും പിന്നിലും നിന്ന് വരുന്ന വാഹനത്തെയോ സൈഡിൽ കിടക്കുന്ന വാഹനത്തെയോ ആവശ്യമില്ലാതെ പേടിക്കാതിരിക്കുക. നിങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വണ്ടി കൃത്യമായിട്ട് ജഡ്ജ് ചെയ്തുകൊണ്ട് ഓടിക്കുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഭയവും ഒക്കെ ഉണ്ടാകുന്നതിന് പിന്നിലെ കാര്യം നിങ്ങൾക്ക് ഒരു വണ്ടി ഓടിക്കുന്നതിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണയില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു മെയിൻ റോഡിൽ എങ്ങനെ ഒരു വാഹനത്തെ ജഡ്ജ് ചെയ്ത് ഓടിക്കാം എന്നുള്ളതാണ് വീഡിയോയിലൂടെ പറഞ്ഞു തന്നത്. മാക്സിമം ഒരു സെക്കൻഡിലും തേർഡിലും ഒക്കെ പോകുവാനായിട്ട് ശ്രമിക്കുക. വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്ത് ഓടിക്കുക. മുന്നിൽ പോകുന്ന ഒരു വാഹനവുമായിട്ട് നിശ്ചിത സ്പേസ് ഇട്ട് ഓടിക്കുവാനായിട്ട് ശ്രമിക്കുക. പുറകിൽ വരുന്ന വാഹനത്തെ അറിയുവാനായിട്ട് നിങ്ങളുടെ റിയർ വ്യൂ മിറർ കൃത്യമായിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. റോഡിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മെയിൻ റോഡിൽ നല്ല രീതിയിൽ ഒരു വാഹനം ജഡ്ജ് ചെയ്തുകൊണ്ട് ഓടിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക, കൂട്ടുകാരുടെ ഇടയിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ.